ഇന്നാണെങ്കിൽ അമ്മ അനിയനും ഒന്ന് ടൗണിൽ പോയിരുന്നേ. അപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. മെയിനായിട്ട് കപ്പയാണ് കൊണ്ടുവന്നിട്ടുള്ളത്. കുറച്ചായേ ഞാൻ കപ്പയൊക്കെ കഴിച്ചിട്ട് അപ്പോൾ ഒരു പൂതി, കപ്പപ്പുഴുക്ക് കഴിക്കാനായിരുന്നു പൂതി. പക്ഷേ കപ്പപ്പുഴുക്കിനുള്ള ഇറച്ചി കിട്ടിയില്ല കേട്ടോ. അതുകൊണ്ട് ചിക്കൻ വാങ്ങി അങ്ങനെ കപ്പയെല്ലാം വേഗം നന്നാക്കി കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് വേഗം കപ്പ കഴിക്കാമല്ലോ. കപ്പ നന്നാക്കുന്നതിന് മുമ്പേ കുക്കറിൽ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ നന്നാക്കി വരുമ്പോഴേക്കും വെള്ളമെല്ലാം ഇവിടെ തിളച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ കപ്പയൊക്കെ അതിലേക്ക് ഇട്ട് കൊടുത്തു. എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ അങ്ങോട്ട് ചേർത്ത് കൊടുത്തു കേട്ടോ. നമ്മുടെ അപ്പൂനും കുഞ്ഞിനും കപ്പ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കറി ഇല്ലാതെയാണ് കുഞ്ഞു കഴിക്കുക. അപ്പു ആണെങ്കിൽ അവന്റെ മൂഡ് പോലെ ഇരിക്കും. ചിലപ്പോൾ കറി കൂട്ടി കഴിക്കും, അല്ലെങ്കിൽ വെറുതെ കഴിക്കും. പിന്നെ ഒട്ടും സമയം കളയാണ്ട് ഞാൻ ചിക്കൻ നന്നാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ അപ്പൂണി സ്കൂൾ വിട്ട് വന്നിരുന്നു. അവന് ബട്ടർ ബണ്ണും അതുപോലെ ചായ ഒക്കെ കൊടുത്തു കേട്ടോ. ചേച്ചിയുടെ വീടിന്റെ ചുറ്റുഭാഗം കാണാൻ നല്ല ഭംഗിയാന്ന് പല കൂട്ടുകാരും പറഞ്ഞിട്ടുണ്ട്. ശരിക്കും അടിപൊളിയാണ് കേട്ടോ. ഫുള്ള് വയലല്ലേ. പിന്നെ ഞാൻ ചായ കുടിക്കാൻ വേണ്ടി പോകുകയാണ്. ബട്ടർ ബണ്ണും അതുപോലെ തന്നെ നമ്മുടെ ഉള്ളിവട ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഉള്ളിവടയാണ് എടുത്തത്. കപ്പ കഴിക്കാൻ കൊതിച്ച് നിൽക്കുന്നത് കൊണ്ട് കുക്കറിലാണ് കറി തട്ടിക്കൂട്ടിയത് കേട്ടോ. കുക്കറിലാകുമ്പോൾ വേഗം ആയി കിട്ടുമല്ലോ. അങ്ങനെ അവസാനം കുറച്ച് മല്ലിയിലും അതുപോലെ തന്നെ കറിവേപ്പിലൊക്കെ ഇട്ടു കറി സെറ്റാക്കി എടുത്തുട്ടോ. എൻ്റെ അമ്മയ്ക്ക് നിർബന്ധമുള്ള ഒരു കാര്യമാണ് കേട്ടോ. കുക്കറിൽ എന്ത് കറി വെച്ചാലും ആ കറി ചെറിയ പാത്രത്തിലേക്ക് മാറ്റിയിട്ട് കുക്കർ അങ്ങ് കഴുകി വെക്കണം. അപ്പം നമുക്ക് കഴുകി വെക്കാം. രാത്രിയിലേക്ക് രാവിലെ വെച്ച മോരുകറിയും കായപ്പേരിയും അതുപോലെ തന്നെ തക്കാളിക്കറിയും ഉണ്ടായിരുന്നേ. കപ്പയ്ക്കുള്ള കറി ആയതുകൊണ്ട് ചിക്കൻ കറി കുറച്ച് ചാറോട് കൂടിയിട്ടാണ് വെച്ചത്. അപ്പോൾ ചിക്കൻ കറിയും കൂട്ടിയിട്ട് കപ്പ അങ്ങോട്ട് കഴിച്ചു. അപ്പം ഇന്നത്തെ വീഡിയോ എത്തുള്ള